നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലും ഡൗൺഫോൾ ഒക്കെ ഉണ്ടാകുമ്പോൾ റിലീഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേക്കപ്പാണ്. എന്ന് വെച്ചാൽ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് നന്നായി മേക്കപ്പ് ചെയ്യാൻ അറിയുന്നോ എന്നൊന്നല്ല, പക്ഷേ എനിക്കതൊരു ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ആക്ച്വലി. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഫസ്റ്റ് നമ്മുടെ പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കളർ കറക്റ്റർ. ഇതിപ്പോൾ ഏതാണ്ടൊക്കെ ആയി, പുതിയതൊരെണ്ണം വാങ്ങണം. അങ്ങനെ കുറച്ച് പിഗ്മെൻറ്റേഷനുള്ള സ്പോട്ട് ഓവറോൾ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ആ സ്പോട്ടിൽ നമ്മൾ ഓറഞ്ച് കളർ കറക്റ്റർ ഇട്ടു. പിന്നെ കുറച്ച് കൺസീലൊക്കെ ചെയ്ത് സെറ്റാക്കി. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡാൻസിന് വേണ്ടിയിട്ട് കുറേ ഫൗണ്ടേഷൻസ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മേത്ത് വാരി പൂശി ഞാനിപ്പോൾ ആലോചിക്കുക. കാരണം ടീച്ചേഴ്സ് ആണെങ്കിലും അവരാണെങ്കിലും കുട്ടി കറുത്തിട്ടല്ലേ, അല്ലെങ്കിൽ കുട്ടികൾ ഈ ഷെയ്ഡാണല്ലോ, അപ്പോൾ നമുക്ക് ഫെയർ ആക്കണ്ടേ, അങ്ങനെ ഒരു ഒറ്റ മെൻറ്റാലിറ്റിയിലാണ് അവർ സംസാരിക്കുക. ആ കുട്ടികൾക്ക് അത് എങ്ങനെ എഫക്റ്റ് ആവുന്നോ, അവരുടെ ടാലൻറ്റിന് അത് എഫക്റ്റ് ചെയ്യുന്ന ഒരാളും ആലോചിക്കില്ല. സോ നമ്മുടെ നാച്ചുറൽ സ്കിന്നിനെ തന്നെ നമുക്ക് നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് മേക്കപ്പിൽ കൂടെ പറ്റുന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യണത്. സോ ഞാനിപ്പോഴും എൻ്റെ ആ ഒരു ബ്രൗൺ സ്കിന്നിനെ ഞാനിപ്പോഴാണ് ആക്ച്വലി സ്നേഹിച്ചോളൂ. കാരണം ഒരുപാട് ട്രോമകൾ കിട്ടിയിട്ടുണ്ട് ലൈഫിൽ. സോ ഇത്രയൊക്കെ പറഞ്ഞതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബർഗണ്ടി എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതിനുശേഷം ഞാൻ ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക്കും കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലഷ് ഇടുമ്പോൾ എപ്പോഴും പാളി പോകാറുണ്ട്. ബട്ട് എനിക്കിഷ്ടമാണ് അതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി ഇത് കണ്ടിട്ട് ഇതാണോ നീ ഇത്ര നേരം കാട്ടിക്കൂട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതാണ് എനിക്ക് ചെയ്യാൻ അറിയുന്നത്. If you like this video, please like, share and subscribe.